It's me for sure. Welcome to my reaction. ഷാജഹാൻ നാറിയെ റിയാക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. എന്നാലും ഉമ്മാരെ ഓരോ കഴപ്പുകൾ ഫ്രണ്ടിൽ വന്ന് കയറുമ്പോ എങ്ങനെ ചെയ്യാതിരിക്കും ഗൈസ്. ഷാജഹാന്റെ ടീമിൽ നിന്ന് 2 പേര് ഇറങ്ങിയിരിക്കുകയാണ്. അവരെ ഇറങ്ങിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കി നോക്കാം. ഞാൻ PSG ഗാങ്ങിൽ ഇറങ്ങാനുള്ള കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. നീ കുറെ കാരണങ്ങളൊന്നും കുണയ്ക്കാൻ നിൽക്കണ്ട. നീ റീച്ച് കിട്ടുമെന്നും പറഞ്ഞ് നേരെ മുണ്ടും പൊക്കി ഷാജഹാന്റെ അടുത്തോട്ട് ഓടി ഒരുത്തനാണ് നീ. എന്നാലും നിന്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് കേട്ടു നോക്കട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള മര്യാദക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് കാരണം നല്ലൊരു റൂം ഉണ്ടായിരുന്നില്ല. നീയൊക്കെ എന്ന് പറഞ്ഞ ഫ്യൂച്ചറുള്ള ആൾക്കാരാ. പിന്നെ ഈ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ അവന്റെ തന്തയൊക്കെ കോടാനുകോടി പണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവന്റെ നാട്ടിൽ തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ വീടുണ്ട്, കാര്യങ്ങളുണ്ട്. നിന്നെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വിളിച്ചത്. നിനക്കൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോടാ മണ്ടന്മാര്. മൂന്നാമത്തെ കാരണം മൂക്കുത്തി എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. അവൻ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ വെച്ച് ഉറപ്പിക്കുമായിരുന്നു. 1-2 തവണ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പൈസ. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ 10-50 ചോദിച്ച് ഇങ്ങനെ ഉറപ്പിക്കുമായിരുന്നു അവന്. എന്താണ് നീ പിന്നെ അവനിക്ക് പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാൻ? അവനിക്ക് വല്ലപ്പോഴൊക്കെ 2 ബീഡി വലിക്കാൻ, 2 കൂളൊക്കെ ചുണ്ടിന്റെ ഇടയിൽ കയറ്റി വെക്കാൻ, അതിന്റെ എനർജി കൂടുമ്പോ പിന്നെ ആൾക്കാരെയൊക്കെ പുഴുത്ത ചീത്ത വിളിക്കാനും ഡബിളായിട്ട് അത് തിരിച്ച് കേൾക്കാനും ലൈവിലൊക്കെ വന്നിരുന്ന എനർജിയെ കാണിക്കണ്ടേ? നീ കൊടുക്കണ്ടായിരുന്നു ആ ബുണ്ടച്ചിക്ക്. ഓനാണ് മെയിൻ കാരണം. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മെയിൻ ആയിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ MRG ഗ്യാങ്ങിനെ എങ്ങനെയെങ്കിലും താഴ്ത്തണം, PSG ഗ്യാങ്ങിനെ എങ്ങനെയെങ്കിലും പൊക്കണം. എടാ പോത്തിന്റെ കൊതവേ ഷാജഹാനെ, ഞാനാണെങ്കിലും നീയാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവനെ അടിച്ച് താഴ്ത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം പൊളിഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളറാ. അത് നീ മനസ്സിലാക്കണം. മണ്ണെന്തായോടി എനിക്കെതിരെ ഷാജഹാനൊക്കെ എന്തെങ്കിലും വോയിസ് ഇടയോ ഭീഷണിപ്പെടുത്തോ എന്താന്ന് വെച്ചായിരിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തിനു വിചാരിച്ചു എന്നെ അങ്ങ് വിളിച്ച് നിന്നെ അങ്ങ് അന്തരാസാക്കി കളയുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടിയും പടവും മടക്കി അങ്ങ് ഓണത്തിൽ പോകുന്ന ഒന്ന് പോടാൻ മൈരേ. നിന്റെ കൊണയടിയിലൊന്നും ഞാനങ്ങ് പോത്തേന്നുമില്ല. പിന്നെ നീ ഇങ്ങോട്ട് കൊണയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുണച്ച് ഞാൻ അങ്ങ് കൈ തരും. പിന്നെ അതും കൊണ്ട് നീ പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണയ്ക്കാൻ നിൽക്കല്ലേ മോനെ. ബൈ.